ത്രിയേക ദൈവത്തിന് സ്തുതി. വിശുദ്ധ ലൂക്കോസ് 18-ാം അധ്യായം 1 മുതൽ 8 വരെ. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ പ്രത്യാശാപൂർവം വിശ്വാസ ജീവിതത്തിൽ നിലകൊള്ളുവാൻ ക്രിസ്തു പഠിപ്പിക്കുന്ന ഉപമ. 2 വ്യക്തിത്വങ്ങളെയാണ് ഉപമയിലൂടെ ക്രിസ്തു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഒന്ന് അനീതിയുള്ള ന്യായാധിപനാണ്. ദൈവത്തെ ഭയപ്പെടുന്നില്ല, മനുഷ്യരെ മാനിക്കുന്നില്ല. ആത്മീയമായി ശൂന്യാവസ്ഥയിൽ ജീവിക്കുന്നു. അപരൻ്റെ നന്മയ്ക്കായി, നീതിക്കായി തന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ ലവലേശം ആത്മാർത്ഥത കാണിക്കാത്തവൻ. ധാർമ്മികമായി ക്ഷയിച്ചവനാണ് ആ ന്യായാധിപൻ. തന്നെ ശല്യം ചെയ്ത വിധവയെ ഒഴിവാക്കുവാൻ വേണ്ടിയാണ് ആ ന്യായാധിപൻ നീതി ചെയ്യുന്നത്. അത് ചെയ്തത് നീതിക്ക് വേണ്ടിയല്ല. രണ്ടാമത് ആ ഉപമയിൽ നാം കണ്ടെത്തുന്ന വ്യക്തിത്വം വിധവയാണ്. വിധവ സാമ്പത്തികമായി ദുർബലയാണ്, സാമൂഹികമായി ശക്തി ഇല്ലാത്തവളാണ്, ആരുടെയും സംരക്ഷണം ഇല്ലാത്തവളാണ്. എന്നാൽ അവൾക്കുള്ള ഒരു ആയുധം അപമാനങ്ങളുടെ മധ്യത്തിലും നിരന്തരമായ നിഷേധങ്ങളുടെ മധ്യത്തിലും പ്രതികൂലങ്ങളുടെ മുഖത്തും പ്രത്യാശാപൂർവം മുന്നേറുവാനുള്ള സ്ഥിരതയാണ്. ക്രിസ്തു ഈ ഉപമയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, അനീതിയുള്ള ന്യായാധിപൻ സഹികെട്ട് വിധവയ്ക്ക് നീതി നടപ്പിലാക്കി കൊടുത്തുവെങ്കിൽ, നീതിയുള്ള വിശ്വാസ സമൂഹത്തെ പിതാവിനെ പോലെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവ് തന്നോട് അപേക്ഷിക്കുന്നവരുടെ ബലഹീനതകളിലെ, ദുർബലതകളിലെ പ്രാർത്ഥനകളുടെ ശബ്ദത്തിന് കാലതാമസം കൂടാതെ ഉത്തരം നൽകുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ നീതി കാലതാമസമല്ല, സമയത്തിനുള്ളിൽ അർഹരെ ചേർത്ത് നിർത്തുന്നതാണ്. രണ്ടാമതായി ക്രിസ്തു ചോദിക്കുന്ന ഒരു ചോദ്യത്തോടു കൂടിയാണ് ഉപമ അവസാനിക്കുന്നത്. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കാണുമോ? നിരന്തരമായ പ്രാർത്ഥന താൽക്കാലികമായ നേട്ടങ്ങൾക്ക് ഉപരിയായി യുഗാന്ത്യ ദർശനത്തിൽ വിശ്വാസത്തിൽ നിലകൊള്ളുവാനുള്ള വഴിയാണ് നമ്മെ ഒരുക്കിത്തരുന്നത്. പ്രാർത്ഥന ജീവിതചര്യയാക്കി മുന്നേറുവാനുള്ള നല്ല ദിനങ്ങൾ, നോമ്പിൻ്റെ ദിനങ്ങൾ യുഗാന്ത്യ പ്രതീക്ഷയോടുകൂടെ മുന്നേറുവാൻ നമ്മെ സഹായിക്കട്ടെ.